ഓക്കെ ഓക്കെ ഓക്കെ. എറണാകുളത്ത് ഒരു വിദ്യാലയത്തിലെ യൂണിഫോമുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന തർക്കത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നടത്തിയിട്ടുള്ള പ്രസ്താവന അങ്ങേയറ്റം പ്രതിഷേധാർഹവും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുകയും ചെയ്യുന്നതാണ്. വിദ്യാഭ്യാസ മന്ത്രിക്ക് SDPI നേതാവിൻ്റെ സ്വരമാണ് ആളുകൾക്ക് ബോധ്യമാകുന്നത്. ആ വിഷയത്തിൽ എന്താണോ SDPI മുമ്പോട്ട് വെച്ച നിലപാട്, അതേ നിലപാട് ആവർത്തിക്കുകയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യേണ്ട പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് കഴിയാതെ പോയി എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള കാര്യമാണ്. യൂണിഫോമുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉൾപ്പെടെയുള്ള നിരവധി കോടതികളുടെ വിധികളുണ്ട് എന്നുള്ളത് ശിവൻകുട്ടിക്ക് അറിയാത്തതാണോ? ആ വിധികൾ അദ്ദേഹം ഒന്ന് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? ആ വിധിയെക്കുറിച്ച് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിക്കണ്ടേ? അതൊന്നും അറിയാതെ എങ്ങനെയാണ് SDPIയുടെ വാദമുഖങ്ങളെ ഏറ്റുവാങ്ങാൻ, അത് ഏറ്റെടുക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് സാധിക്കുക? എന്തടിസ്ഥാനത്തിലാണ് വിദ്യാലയത്തോട് വിശദീകരണം ചോദിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തയ്യാറായത്? സ്കൂൾ അധികൃതർക്ക് ന്യായമായി ഉള്ള ചില അധികാരങ്ങളും അവകാശങ്ങളുമുണ്ട്. ആ അവകാശങ്ങൾ ഏതെങ്കിലും ഒരു മതസംഘടനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടതാണോ? കേരളത്തിലെ SDPI ഉയർത്തുന്ന വിഭജന രാഷ്ട്രീയത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടതാണോ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം? അതുകൊണ്ട് ഈ കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നടത്തിയിട്ടുള്ള പ്രസ്താവന SDPI നേതൃത്വത്തിന് വേണ്ടി നടത്തിയിട്ടുള്ളതാണ്. കേരളത്തിലെ വിദ്യാലയങ്ങളെ മുസ്ലിം മതമൗലികവാദ ശക്തികളും തീവ്രവാദ ശക്തികളും തങ്ങളുടെ രഹസ്യ അജണ്ടയ്ക്കുള്ള വേദിയാക്കി മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അതിനെ നിയമപ്രകാരം ചെറുക്കാൻ ബാധ്യതയുള്ള ഒരു വ്യക്തിയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അതിനു പകരം പ്രശ്നം കൂടുതൽ വഷളാക്കാൻ SDPIക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമ്പോൾ കേരളത്തിലെ വിദ്യാലയങ്ങളെ മതസാമുദായിക ശക്തികളുടെ മേച്ചിൻപുറങ്ങളാക്കി മാറ്റാനുള്ള ആസൂത്രിതമായിട്ടുള്ള പരിശ്രമത്തിന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കുടപിടിക്കുകയാണ്. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. CPMന്റെ നേതാക്കന്മാർ ആയിട്ടുള്ള ആളുകൾ ഇത്തരം നിലപാടുകളാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിനെ കലുഷിതമാക്കിയത്. നമുക്കെല്ലാവർക്കും തൊടുപുഴ ന്യൂമാൻ കോളേജിലെ ജോസഫ് മാസ്റ്റർ അനുഭവം ഓർമ്മയുണ്ട്. ഇതുപോലൊരു വിഷയം അവിടെ വന്നപ്പോൾ ആ അധ്യാപകനെ സംരക്ഷിക്കാനായിരുന്നു അന്ന് സർക്കാർ തയ്യാറാകേണ്ടത്. പക്ഷെ ജോസഫ് മാഷെ ന്യായീകരിക്കാനോ അദ്ദേഹത്തെ സംരക്ഷിക്കാനോ അല്ല അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തയ്യാറായത്. ജോസഫ് മാഷ്ക്കെതിരായിട്ട് അന്ന് NDF ഉയർത്തിയിട്ടുള്ള ഭീഷണിയെ ന്യായീകരിക്കുകയാണ് അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള MA ബേബി ചെയ്തത്. MA ബേബിയുടെ പ്രസ്താവനയുടെ പിന്നാലെയാണ് ജോസഫ് മാഷിനെ കൈവെട്ടാൻ അന്ന് മുസ്ലിം തീവ്രവാദ ശക്തികൾ തയ്യാറായത്. സമാനമായ രീതിയിൽ എറണാകുളത്തെ വിദ്യാലയത്തിനകത്ത് പ്രിൻസിപ്പാളിനെയും അധ്യാപകരെയും ഒക്കെ ഭീഷണിപ്പെടുത്തി കലാപന്തരീക്ഷം സൃഷ്ടിക്കാൻ തയ്യാറായിട്ടുള്ള SDPI നേതാക്കന്മാരെ ന്യായീകരിക്കുക വഴി MA ബേബി ചെയ്തിട്ടുള്ള അതേ കാര്യം ശിവൻകുട്ടിയും ആവർത്തിക്കുകയാണ്. അന്ന് NDFനെ MA ബേബി ന്യായീകരിച്ചുവെങ്കിൽ ഇന്ന് SDPIയെ ശിവൻകുട്ടി ന്യായീകരിക്കുകയാണ്. ജോസഫ് മാഷ്ക്കെതിരായി NDF നടത്തിയിട്ടുള്ള പ്രവർത്തനത്തെ അന്ന് MA ബേബി ന്യായീകരിച്ചപ്പോൾ അതിന്റെ പരിണതഫലം ഉണ്ടായത് ഒരു അധ്യാപകന്റെ കൈ നഷ്ടപ്പെടുകയാണ്. ഇനി എറണാകുളത്ത് എന്താണ് ഉണ്ടാകാൻ വേണ്ടി പോകും നമുക്കറിയില്ല. അതുകൊണ്ട് ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ശിവൻകുട്ടി ഇക്കാര്യത്തിൽ നിലപാട് തിരുത്താൻ വേണ്ടി തയ്യാറാകണം. SDPIക്ക് കുടപിടിക്കുന്ന സമീപനവും സമ്പ്രദായവും അവസാനിപ്പിക്കണം. മുസ്ലിം മതമൗലികവാദ ശക്തികൾക്ക് കയറിയിറങ്ങാനുള്ള സ്ഥലമല്ല, അവരുടെ മതപരമായിട്ടുള്ള അജണ്ട നടപ്പിലാക്കാനുള്ള സ്ഥലമല്ല കേരളത്തിലെ വിദ്യാലയങ്ങളെന്ന് ശിവൻകുട്ടി തിരിച്ചറിയണം. അത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നുള്ളവർക്ക് പറയാൻ തയ്യാറാകണം. പൊതുവിദ്യാഭ്യാസ രംഗത്ത് യൂണിഫോം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ വകുപ്പ് നിഷ്കർഷിക്കുന്ന അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന വിദ്യാലയങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടായിരിക്കണം വിദ്യാഭ്യാസ മന്ത്രി ചെയ്യേണ്ടത്. ആ കാര്യത്തിൽ ശിവൻകുട്ടി നിലപാട് തിരുത്തണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്.
ക്യാമ്പുകളിലെ പീഡനം മൂലമാണെന്നും പറയുന്നുണ്ടല്ലോ. ഇതെന്താ ക്യാമ്പിൽ പെടുന്നു? RSS ക്യാമ്പിലെ പീഡനം മൂലമാണ്. അന്വേഷിക്കട്ടെ. സംസ്ഥാന സർക്കാരല്ലേ അന്വേഷിക്കേണ്ടത്? അന്വേഷിക്കാമല്ലോ, അതിനെന്താ വിരോധം? അന്വേഷിക്കണമെന്ന് RS തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ന് പറയുന്ന ഒരു പേരും അതിനകത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. ആയിക്കോട്ടെ, അത് അന്വേഷിക്കണമല്ലോ. അത് കേരളത്തിൽ സർക്കാർ അന്വേഷിക്കട്ടെ. RS തന്നെ ആവശ്യപ്പെട്ട് അന്വേഷിക്കണം. അന്വേഷിക്കുന്ന എന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. അന്വേഷിക്കണം ഞങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, പോറ്റിയെ എന്തുകൊണ്ടാണ് ഇത്ര നാൾ അറസ്റ്റ് ചെയ്യാതിരുന്നത്? പ്രാഥമികമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപ്പാളികൾ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് കോടതി പറഞ്ഞിട്ട് ആഴ്ച 1 കഴിഞ്ഞു. ഈ ഒരാഴ്ച അദ്ദേഹത്തിന് തെളിവ് നശിപ്പിക്കാൻ അവസരം കൊടുക്കുകയായിരുന്നു. ഹൈക്കോടതി വിധിയുടെ പിറ്റേ ദിവസം അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ? എന്തുകൊണ്ടാ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്യാതിരുന്നത്? അവർ കണ്ടെത്തി, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ കണ്ടെത്തിയിട്ട് ദിവസം 4 കഴിഞ്ഞല്ലോ. ഈ 4 ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റി എല്ലാ ചാനലുകൾക്കും ഇന്റർവ്യൂ ചെയ്ത് കൊടുത്തിരിക്കല്ലോ. അപ്പൊ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിവുകളൊക്കെ നശിപ്പിക്കാൻ ആവശ്യമായ സമയം കൊടുത്തിട്ട് അദ്ദേഹത്തിന് രക്ഷപ്പെടാനുള്ള ലൂപ്പ് ഹോളൊക്കെ കൊടുത്ത് മറ്റു പലരെയും രക്ഷപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചതിന് ശേഷമായിരുന്നെന്ന് സംശയിച്ചാൽ തെറ്റില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി അതൊരു ഉപകരണം മാത്രമാണ്. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി വിചാരിച്ചാലൊന്നും ശബരിമലയിലെ സ്വർണം മോഷ്ടിക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ അതയാളൊരു ഉപകരണം മാത്രമാണ്. അതിന് പിറകിലുള്ളവരാണ് കണ്ടെത്തേണ്ടത്. ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ പത്മകുമാറും N വാസുവും പ്രസിഡന്റായിരിക്കുന്ന സമയത്താണ് ഇതെല്ലാം നടന്നിട്ടുള്ളത്. പത്മകുമാർ CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു. N വാസു മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സ്പെഷ്യൽ അഡ്വൈസ് പ്രകാരം ദേവസ്വം ബോർഡിൽ വന്നിട്ടുള്ള വ്യക്തിയാണ്. അന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും സംസാരിച്ചത് N വാസുവാണ്. അവരെ ഒന്നും പിടികൂടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം പിടികൂടിയിട്ട് എന്താ കാര്യം? ആ കാലഘട്ടത്തിലെ ദേവസ്വം വകുപ്പ് മന്ത്രിയുണ്ട്, കടകംപള്ളി സുരേന്ദ്രൻ. കടകംപള്ളി സുരേന്ദ്രൻ അറിയാതെ ഇതെല്ലാം ചെയ്യുമോ? അതുകൊണ്ട് ഇപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തെളിവ് നശിപ്പിക്കാനുള്ള എല്ലാ സമയവും കൊടുത്ത് എന്നിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് ആളുകളെ ഐവാഷ് ചെയ്ത് ഈ വിഷയം ഇല്ലാതാക്കാമെന്നാണ് സർക്കാർ ശ്രമിക്കുന്നെങ്കിൽ നടക്കാൻ വേണ്ടി പോകുന്നില്ല. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപകരണം മാത്രമാണ്. ഗൂഢാലോചന നടത്തിയവർ കൊടുത്തുകൊണ്ടുവരണം. സ്വർണം ആർക്കാണ് പറ്റിയത് കണ്ടുപിടിക്കണം. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊടുത്ത് ചെയ്യിച്ചത്? ഉണ്ണികൃഷ്ണൻ പോറ്റി 200 കോടി 200 പവൻ വിറ്റുവെന്നാണ്. അതിന്റെ പണം ഇവിടെ പോയി. ആ പണമല്ല ആർക്കാ കിട്ടിയത്? ഉണ്ണികൃഷ്ണൻ പോറ്റിക്കല്ലല്ലോ കിട്ടിയത്, അദ്ദേഹത്തിന് മാത്രമല്ലല്ലോ. ഇതെല്ലാം വെളിയിൽ വരണം. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്ത് ഈ വിഷയം അതോടുകൂടി ആ പുസ്തകം അവസാനിപ്പിക്കാം, ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം എന്നാണ് ഈ സർക്കാർ വിചാരിക്കുന്നെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ ഏതായാലും തയ്യാറല്ല.